യോഗീശ്വരൻ എന്ന വാക്കിന് ആത്മീയ പരമ്പരയിൽ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് കുലദേവതാ സങ്കല്പത്തിൽ ഒരു പ്രത്യേക തത്വത്തെ സൂചിപ്പിക്കാനാണ് യോഗീശ്വരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. യോഗീശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം യോഗ ഈശ്വരൻ, ഐക്യം, ശിവശക്തിയുടെ ഐക്യം ആണ് അവിടെ യോഗ. ആത്മബ്രഹ്മങ്ങളുടെ ഐക്യം. ഈശ്വരൻ എന്നത് അധിപതി, സ്വാമി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവശക്തി ഐക്യരൂപത്തിൽ വസിക്കുന്ന ഭഗവാൻ അധിപതിയായി, സ്വാമിയായി, ഈശ്വരനായി ഇരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അർദ്ധനാദീശ്വര സങ്കല്പമാണ് യോഗീശ്വരൻ എന്ന പദത്തിനർത്ഥം. യോഗത്തെ പൂർണ്ണമായും കൈവശപ്പെടുത്തിയിട്ടുള്ള മഹാത്മാവ്, യോഗത്തിൻ്റെ അധിപതി, മഹായോഗി, സിദ്ധപുരുഷൻ, ദൈവീയ ചൈതന്യം ലയിച്ച ഗുരുവിന് ഭഗവാനെ ഉള്ളിൽ ഉണ്ട് എന്ന് ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം, എൻ്റെ അകത്ത് ഭഗവാനാണ് ഇരിക്കുന്നതെന്ന ബോധമുള്ള ഏതൊരാളെയും യോഗീശ്വരനായിട്ട് കാണും. അപ്പോൾ അത് ഒരു വ്യക്തിയാവാം, ഒരു പൂജാരിയാവാം, ഒരു ഋഷീശ്വരനാവാം. പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും യോഗീശ്വരൻ എന്ന് പറയുന്നത് ഭഗവാൻ ശിവനും ശ്രീകൃഷ്ണനും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭഗവത്ഗീതയിൽ എത്ര യോഗേശ്വര കൃഷ്ണോ, കൃഷ്ണനെയാണ് യോഗേശ്വരനായിട്ട് കാണുന്നത്. ആ യോഗേശ്വരൻ ആണ് യോഗീശ്വരനായിട്ട് നമ്മൾ പറയുന്നത് ശ്രീകൃഷ്ണനാണ്. ശിവൻ പല ഗ്രന്ഥത്തിലും യോഗീശ്വരനായും മഹായോഗിയായും ഒക്കെ വിളിക്കപ്പെട്ടിട്ടുണ്ട്. കുലദേവതാ സങ്കല്പത്തിൽ യോഗീശ്വരൻ എന്ന് പറയുന്നത് ചില കുടുംബങ്ങളിൽ ഒരു കുലപരമ്പരകളുടെ യോഗീശ്വരൻ എന്ന് പറയുന്നത് പ്രത്യേക ആശയത്തെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട്. ആത്മീയ രക്ഷാധികാരി, സിദ്ധപുരുഷൻ, ഗുരു, യോഗി, ശിവതത്വം അറിഞ്ഞ ആള്, ഈ രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ദേവതാരൂപമായി, ദേവീരൂപമായി ഇവരൊക്കെ ആരാധിക്കുന്നതും പതിവുണ്ട്. കേരളത്തിൽ ചില കുലദേവത പരമ്പരകളിൽ യോഗീശ്വരൻ, മുനീശ്വരൻ കോവിലുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ കുറേ പ്രഭാഷണം നടത്തിയിട്ടുള്ള സ്ഥലമാണ്. ചിലയിടത്ത് കള്ളൻകുട്ടി ദേവൻ, ഗുരുസ്വാമി, ഇങ്ങനെയൊക്കെ പല തരത്തിലും പല രൂപത്തിലും തമിഴ്നാടുകളിലൊക്കെ കാണുന്നു. ആത്മീയമായ അധികാരി, ദേവീ രൂപത്തിൽ, ദേവരൂപത്തിൽ നമ്മൾ കരുതപ്പെടുന്ന വ്യക്തിയെ, ആദിഗുരുവിനെ, സിദ്ധപുരുഷനെ ഒക്കെ അവരവരുടെ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ളവർ യോഗീശ്വരന്മാരായിട്ട് കരുതുന്നവരുണ്ട്. തന്ത്രപരമ്പരയിൽ യോഗീശ്വരൻ എന്ന് പറയുന്നത് ശിവതത്വം എന്ന് പറയുന്ന ശിവൻ ആദിയോഗിയായിട്ടുള്ള യോഗ ഉറവിടമായിട്ട് നമ്മൾ കാണുന്ന ഒരു കുലദേവി, യോഗി, ഈശ്വരൻ ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഇരട്ട സങ്കല്പത്തിൽ ശക്തി ദേവിയും ശിവൻ യോഗീശ്വരനുമായിട്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ രൂപത്തിലും കാണാം. കുലദേവത പരമ്പരകളിൽ കുടുംബത്തിൻ്റെ ആത്മീയ സംരക്ഷകനായിട്ട് സങ്കല്പിക്കുമ്പോൾ ആ ഭഗവാനെ ഈ വ്യക്തികളിൽ കാണുന്നു എന്നർത്ഥം.